നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്ത് ഇത്രയും മാറ്റം കൊണ്ടുവന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അത്തരത്തിലൊരു അവസരമാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ. ഇന്നത്തെ വീഡിയോയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ കമ്പനീസ് എല്ലാം ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ആവറേജ് 154% ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ഭൂമിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് AI എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ AI എഞ്ചിനീയേഴ്സ് ആവാനുള്ള വീക്ക് ബൈ വീക്ക് സ്റ്റഡി പ്ലാൻസും അതിനായിട്ടുള്ള ഫ്രീ റിസോഴ്സസും പ്ലാൻസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. AI മേഖലകളിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നത് AI എഞ്ചിനീയേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇന്ത്യയിൽ ഒരു ഫ്രഷർ ആയിട്ടുള്ള AI എഞ്ചിനീയറിന് 12 ലക്ഷം മുതൽ 1 കോടിക്ക് അപ്പുറമാണ് സാലറി. എന്നാൽ US എടുക്കുമ്പോൾ ഒരു ഫ്രഷറിന് പോലും 1 കോടി മുതൽ 10 കോടി വരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് സാലറി ലഭിക്കുന്നുണ്ട്. കമ്പനീസ് ഇത്രയധികം സാലറി നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ജോബിലുള്ള വളരെയധികം എക്സ്പെക്ടേഷൻസ് ഉണ്ട്. സോ നിങ്ങൾ AI എഞ്ചിനീയേഴ്സ് ആകാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അടുത്ത 8-9 മാസം ദിവസം ഒരു 2-3 മണിക്കൂർ ഈ ഒരു മേഖലയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, ഇത് പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫൈനാൻസ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിന്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് എന്നവർക്ക് ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ഡിജിറ്റൽ ലേണിംഗ്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ്. കാരണം നിങ്ങൾ ഷോർട്ട് കട്ട്സ് ഒന്നും നോക്കുന്നത് AI കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള വില്ലിംഗ്നെസ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ്. റോഡ് മാപ്പിലോട്ട് കടക്കുന്ന മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ റോഡ് മാപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും AI എഞ്ചിനീയേഴ്സ് മാത്രമല്ല മൾട്ടിപ്പിൾ പൊസിഷൻസിൽ മൾട്ടിപ്പിൾ കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഉദാഹരണം ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ടും ഡേറ്റ അനലിറ്റിക്സ് ആയിട്ടും ബിസിനസ് അനലിസ്റ്റ് ആയിട്ടും മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിട്ടും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് എഞ്ചിനീയർ ആയിട്ടും ഡീപ് ലേണിംഗ് എഞ്ചിനീയർ ആയിട്ടും AI റിസർച്ചർ ആയിട്ടും AI സ്കോളർ ആയിട്ടും AI എഞ്ചിനീയർ ആയിട്ടും ഒക്കെ 10ഓളം വേക്കൻസികളിൽ അല്ലെങ്കിൽ ജോബ് റോൾസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ റോഡ് മാപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് AI എഞ്ചിനീയർ പറയുന്ന മുമ്പ് എന്താണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആർട്ടിഫിഷ്യലി ഇന്റലിജൻസ് കൊടുക്കുക എന്നാണ് സിംപ്ലി പറഞ്ഞത്. അതായത് മെഷീൻസിന്, അതായത് എന്ത് തരത്തിലുള്ള മെഷീൻസിലാണെങ്കിലും സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഇന്റലിജൻസ് ബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഇന്റലിജൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു കാപ്പബിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ AI എഞ്ചിനീയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുമാന സാധ്യത ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു. എന്താണ് AI എഞ്ചിനീയേഴ്സ്? അവരുടെ ജോബ് റോള് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ സയന്റിസ്റ്റ് പ്ലസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഈസ് ഈക്വൽ ടു AI എഞ്ചിനീയേഴ്സ് എന്ന് പറയാം. അതായത് ഡേറ്റയിൽ നിന്ന് ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്ത് അതിനൊരു ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയറോ ഒക്കെ ബിൽഡ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ AI എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് ഡൊമൈനിലാണോ ജോലി നീക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അപ്പൊ ഏതെങ്കിലും തുടങ്ങിയ എന്റെ പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് വീക്കിൽ റിസർച്ച് നടത്തുക എന്നുള്ളതാണ്. എന്താണ് ആ മേഖലയിൽ എക്സ്പേർട്സ് ആരൊക്കെയാണ്, ഏതൊക്കെ കമ്പനീസ് ആണ് അവർ ഹയർ ചെയ്യുന്നത്, എത്രയൊക്കെ സാലറി ലഭിക്കും, അതിന് എന്തൊക്കെ സ്കിൽസ് വേണം, എന്തൊക്കെ ടെക്നോളജി അറിഞ്ഞിരിക്കണം, എന്തൊക്കെ സോഫ്റ്റ് സ്കിൽസ് വേണം, ആ മേഖലയുടെ ഫ്യൂച്ചർ സ്കോപ്പ് എന്താണ് തുടങ്ങിയ അതിനെക്കുറിച്ചുള്ള ഡീപ് റിസർച്ച് ആണ് ഫസ്റ്റ് വീക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ ഈ മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം. അവരുടെ ബ്ലോഗോ അവരുടെ പോസ്റ്റോ ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഇൻഡസ്ട്രിയെ കുറിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന 2 പേരാണ് AI എഞ്ചിനീയേഴ്സും ജോബ് റോളിലുള്ള എനിക്ക് സജസ്റ്റ് ചെയ്യുന്ന 2 പേരാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിതിൻ അഗർവാൾ. ഇദ്ദേഹം ജനറേറ്റീവ് AI ഹെഡായിട്ട് ഗൂഗിളിൽ വർക്ക് ചെയ്യുകയാണ്. രണ്ടാമത്തത് കാസി ഓസിർക്കോവ് ആണ്. പുള്ളിക്കാരി ഗൂഗിളിന്റെ ആദ്യ കാലഘട്ടത്തിലെ ഡേറ്റ സയന്റിസ്റ്റ് റോളുകളിൽ ഒന്നിനുള്ളതായിരുന്നു. പിന്നീട് പുള്ളിക്കാരി ചീഫ് ഡിസിഷൻ സയന്റിസ്റ്റ് എന്ന റോളിലോട്ട് മാറി ഗൂഗിൾ തന്നെ. ഇപ്പൊ സ്വന്തമായിട്ടൊരു കമ്പനി ഇട്ടിരിക്കുകയാണ്. പുള്ളിക്കാരുടെയും നിതിൻ അഗർവാളിന്റെയും ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെന്റ് ആയിട്ടുള്ള AI മേഖലയിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ 2ാമത്തെ 3ാമത്തെ വീക്ക് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിന്റെ ബേസിക്സ് പഠിക്കുകയാണ് വേണ്ടത്. ഇന്റർനെറ്റ് എന്താണ്, കമ്പ്യൂട്ടർ എന്താണ്, പ്രോഗ്രാമിംഗ് എന്താണ്, അത്തരത്തിലുള്ള ബേസിക്സ് പഠിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത്, ഫ്രീ ആയിട്ട് അവൈലബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് ഖാൻ അക്കാഡമിയുടെ കോളേജ് കമ്പ്യൂട്ടർ സയൻസ് പ്രിൻസിപ്പിൾസ് എന്ന കോഴ്സാണ്. ഇതിനകത്ത് 10 മോഡ്യൂൾസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ 5 മോഡ്യൂൾസ് മാത്രം പഠിച്ചാൽ മതിയാവും. അതോടുകൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള അവയർനെസ് കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ ലഭിക്കുന്നതാണ്. അടുത്ത 3 ആഴ്ച, അതായത് വീക്ക് 4 to 7 നിങ്ങൾ പഠിക്കുന്നത് AIയുടെ ബേസിക്സിനെ കുറിച്ചാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് AI കോഴ്സ് ഫോർ എവരിവൺ എന്ന ഒരു കോഴ്സ് കോഴ്സിൽ അവൈലബിൾ ആണ്. അത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എഡ്യൂ ലേണിംഗിന്റെ AI കൺസെപ്റ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് കറന്റ് 4,999 ആണ് പ്രൈസ് റേറ്റ്. പക്ഷേ ഈ വീഡിയോ ഇറങ്ങിയ അടുത്ത 1 മാസത്തേക്ക് ഫ്രീ ആയിട്ട് അതിന്റെ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും. സോ നമ്മൾ കമ്പ്യൂട്ടർ ബേസിക്സ് പഠിച്ചു, AI ബേസിക്സ് പഠിച്ചു. അടുത്ത വീക്ക് 8-9 നമ്മളത് പ്രോഗ്രാമിംഗിന്റെ ബേസിക്സ് പഠിക്കുക എന്നുള്ളതാണ് വീക്ക് 8-9 ചെയ്യേണ്ടത്.
ഓൺ ആൻ ആവറേജ് 2 to 3 hours ഡെയിലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സ്പീഡായിട്ട് പോകാൻ പറ്റും. എങ്കിലും ഞാനൊരു സ്ലോ ലേണേഴ്സിന് പറ്റുന്ന രീതിയിൽ ആണ് ഈ റോഡ് മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. വീക്ക് 8-9 നിങ്ങൾ പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ് പഠിക്കുക. ഇതിനായിട്ട് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്നുള്ള പ്ലേലിസ്റ്റ് എഡ്യൂൾ ലേണിംഗിൽ തന്നെ ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂറാണ് ആ ട്യൂട്ടോറിയലിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നോക്കാം. അതിന്റെ അകത്ത് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് മുതൽ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സും ബൈനറി ലാംഗ്വേജ് ടു ഡെസിമൽ കൺവേർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വീക്ക് 10 to 12 നിങ്ങൾക്ക് പൈതൺ പഠിക്കാം. പൈതന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ എഡ്യൂൾ ലേണിംഗിന്റെ ചാനൽ തന്നെ അവൈലബിൾ ആണ്. ഇതിന് പുറമെ നിങ്ങൾക്ക് python.org എന്ന വെബ്സൈറ്റിൽ നിന്ന് അതിന്റെ ഡോക്യുമെന്റേഷൻ പഠിച്ചാൽ നല്ലതായിരിക്കും. നമ്മളുടെ യൂട്യൂബ് ട്യൂട്ടോറിയലിന്റെ അകത്ത് എക്സസൈസ് വളരെ കുറവാണ്. അതിനായിട്ട് എക്സസൈസ് അടങ്ങിയ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് ഇതിന്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ആ എക്സസൈസും കൂടെ നിങ്ങൾ 3 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ലോജിക്ക് ബിൽഡ് ആവും. ഏകദേശം 150ഓളം ക്വസ്റ്റ്യൻസ് ആ ഡിഫറെന്റ് എക്സസൈസിലായിട്ട് അതിന്റെ അകത്ത് ഉണ്ട്. അല്ല നിങ്ങൾ അത് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സപ്പോർട്ട് വേണം, നിങ്ങൾക്ക് മെന്റർഷിപ്പിന്റെ ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us 9744623. ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പൈതൺ പ്രോജക്ട് ഏകദേശം 6ഓളം പ്രോജക്ട്സ് ഉള്ള പൈതൺ നിങ്ങൾക്ക് ഹാൻഡ്സ് ഓണിലൂടെ പഠിപ്പിച്ച് ഇൻഡസ്ട്രി റിലവന്റ് ആയിട്ടുള്ള സ്കിൽസിൽ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം എഡ്യൂൾ അവൈലബിൾ ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ പൈതൺ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ നോക്കുന്ന ജോബ് റോൾ ഏതാണോ അതനുസരിച്ചിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനത്തെ പ്രൊഫൈൽ വർക്ക് ചെയ്യുന്ന മൾട്ടിപ്പിൾ ആൾക്കാരുടെ പ്രൊഫൈൽ കൺസിഡർ ചെയ്തിട്ട് അവരുടെ പ്രൊഫൈൽ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം വീക്ക് 13 to 16 ഡേറ്റാ സയൻസ് പഠിക്കാം. ഡേറ്റാ സയൻസ് പഠിക്കാനായിട്ട് പൈതന്റെ അതിനൊരു ലൈബ്രറീസ് ഉണ്ട്, NumPy, Pandas, Matplotlib, Seaborn. വളരെ എളുപ്പമാണ് ഇത് പഠിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾക്ക് IBM ഡേറ്റാ സയൻസ് ഫോർ പ്രൊഫഷണൽസ് എന്ന കോഴ്സ് അതിൽ അവൈലബിൾ ആണ്. ആ കോഴ്സ് ട്രൈ ഔട്ട് ചെയ്യാം. ഈ കോഴ്സ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അപ്പം അത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബിലെ ട്യൂട്ടോറിയൽ, അത് യൂട്യൂബിലെ സ്പെസിഫിക് ട്യൂട്ടോറിയൽ ഏതെന്ന് ഞാൻ പറയുന്നില്ല, യൂട്യൂബിൽ ഏതെങ്കിലും ഡേറ്റാ സയൻസിന്റെ ട്യൂട്ടോറിയൽ നിങ്ങൾ നോക്കി പഠിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്നതായിരിക്കും, കോഴ്സ് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി നമുക്ക് ഡേറ്റാ സയൻസിന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അവൈലബിൾ ആണ്. ഏകദേശം 20ഓളം ഹാൻഡ്സ് ഓൺ പ്രൊജക്ട്സ് ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഡേറ്റാ സയൻസ് പ്രൊജക്ട്സോടുകൂടി തന്നെ പഠിക്കണം. പ്രൊജക്ട്സ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മിനിമം വീക്ക്ലി ടോയ്സ് എങ്കിലും നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലിങ്ക്ഡിനിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന പൊസിഷനുള്ള കമ്പനീസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു റെഗുലർ പ്രോസസ്സാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം അടുത്ത് വരുന്ന ഒരു മാസം, അത് വീക്ക് 17 to 21 മെഷീൻ ലേണിംഗ് പഠിക്കുക. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ മെഷീനെ പഠിപ്പിച്ചു കൊടുക്കുക, മെഷീനെ ലേൺ ചെയ്യിപ്പിക്കുക എന്നുള്ള മെഷീൻ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഷീൻ ലേണിംഗ് 3 ടൈപ്പ് ഓഫ് അൽഗോരിതം ഉണ്ട്, ബേസിക്കലി റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിംഗ്. അപ്പം ഈ പറയുന്ന ഓരോ ടൈപ്പ് ഓഫ് അൽഗോരിതത്തിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എങ്ങനെ വർക്ക് ചെയ്യണം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ അക്യുറസി കൂട്ടി എങ്ങനെ നമ്മൾ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇതിനായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കോഴ്സ് എന്ന് പറയുന്നത് കോഴ്സറയ്ക്കകത്തുള്ള മെഷീൻ ലേണിംഗ് ബൈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന കോഴ്സാണ്. ഇത് നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്ത ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇല്ല നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സപ്പോർട്ടോട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂറിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് വീക്ക് 22 to 26 നിങ്ങൾ പഠിക്കുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് ആണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗിന്റെ യൂസ് കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ChatGPT നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗിന്റെ യൂസ് കേസ് ആണ്. അത്തരത്തില് നമുക്ക് എങ്ങനെ ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാം, അങ്ങനെയുള്ള പ്രൊജക്ട്സിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യാം. ഇതിനായിട്ട് കോഴ്സിലേക്ക് അതിന് ഡീപ് ലേണിംഗ് .ai NLP കോഴ്സിലേക്ക് അത് അവൈലബിൾ എന്നല്ലാന്നുണ്ടെങ്കിൽ അതും കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സാണ്. അതുകൊണ്ട് ഞാൻ അത് ആദ്യമേ പഠിക്കാൻ സജസ്റ്റ് ചെയ്യത്തില്ല, മറിച്ച് യൂട്യൂബിനകത്തുള്ള ഏതെങ്കിലും ട്യൂട്ടോറിയൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് നോക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീക്ക് 26 to വീക്ക് 30 ഡീപ് ലേണിംഗ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ ഒരു കാര്യം ചിന്തിച്ച് ഡിസിഷൻ എടുക്കുന്നു, അതുപോലെ മെഷീനെ കൊണ്ട് സ്വന്തമായിട്ട് ചിന്തിച്ച് കാര്യം എടുപ്പിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത്. ഡീപ് ലേണിംഗിന്റെ ഒരു യൂസ് കേസ് പറയുകയാണെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഒക്കെ ഡീപ് ലേണിംഗിന്റെ ഒരു യൂസ് കേസ് ആണ്. ഇതിനും കോഴ്സിലേക്കകത്തുള്ള ഡീപ് ലേണിംഗ് .ai എന്ന കോഴ്സ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജോ AWS കൂടെ പഠിച്ചിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. സോ SQL പഠിക്കാനായിട്ട് SQL ഭയങ്കര എളുപ്പമാണ്. ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആണ് SQL എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ ഒരു ഡേറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും, ഇങ്ങനെ എഡിറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ SQLന്റെ അകത്ത്. അതിന് നമുക്ക് SQL ഫോർ എവരിവൺ എന്നൊരു കോഴ്സിലേക്കകത്ത് അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സപ്പോർട്ടോടുകൂടി AI എഞ്ചിനീയർ ആകണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് ഇന്റേൺഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. ഇതിന്റെ അത്യാവശ്യം 150ഓളം പ്രൊജക്ട്സ്, ഡിഫറെന്റ് ഡൊമൈൻസിലുള്ള പ്രൊജക്ട്സ് നിങ്ങളൊരു മെന്ററിന്റെ സപ്പോർട്ടോടുകൂടി എടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇത് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും സക്സസ്ഫുൾ
സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇന്റർവ്യൂസ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രോഗ്രാം കൂടിയാണ്. അത് മിനിമം 5 ഇന്റർവ്യൂസ് ഞങ്ങൾ ടൈപ്പ് ആയിട്ടുള്ള കമ്പനീസ് ഷെഡ്യൂൾ ചെയ്ത് തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. യു ക്യാൻ കോൺടാക്ട് us at 9746221123. സോ ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.